തീർച്ചയായും 3 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 3 മരണം ഇപ്പോൾ ഉണ്ടായി എന്നുള്ള വാർത്ത വരുന്നു. 3 പേർ ഈ അപകടത്തിൽ 3 പേർ ഇപ്പോൾ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. 40-ലേറെ പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 40-ലേറെ പേരിൽ 3 പേർ ഇപ്പോൾ മരിച്ചു എന്നുള്ള വിവരമാണ്. 3 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരിച്ചത് ആരാണ് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 3 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തൃശ്ശൂർ പൂരം അടുക്കാനിരിക്കെ ഇപ്പോൾ തിരുവമ്പാടിയുടെ ആ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 3 മരണം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. കുറച്ചുപേർ ആ മൃതദേഹങ്ങൾ അതവിടെ നിന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. ഈ പരിക്കേറ്റവരല്ല, മറിച്ച് ആ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് നിന്നാണ് മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മൃതദേഹം പൂർണ്ണമായ നിലയിലില്ല എന്നുള്ളത് കൂടി ഉണ്ട്. പൂർണ്ണമായ നിലയിലല്ല ആ മൃതദേഹം ഉള്ളത്, ചിന്നിച്ചിതറിയ നിലയിലാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഈ കാര്യത്തിലുള്ളത്. അവിടെ ഈ ഭാഗത്തൊക്കെ, ഈ ഷെഡ് നിന്നിരുന്ന ഭാഗത്തൊക്കെ ആളുകൾ തിരച്ചിൽ നടത്തുകയാണ്. ഈ സ്ഫോടനം ഉണ്ടായ പ്രദേശത്ത് മാത്രമല്ല, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുകയാണ്. അഗ്നിരക്ഷാസേനയുണ്ട്, നാട്ടുകാരുണ്ട്, അങ്ങനെ ആളുകളെല്ലാം ആ ചുറ്റുവട്ടത്തുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ, ഇപ്പോൾ 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. 10ഓളം പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ 40ഓളം പേരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ സ്ഫോടനമാണ്, വൻ സ്ഫോടനമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതും അവിടെ നാട്ടുകാർ പറഞ്ഞതാണ്. വലിയ രീതിയിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, വലിയ ഭൂമികുലുക്കം പോലെയുള്ള ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ പ്രകമ്പനം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അവിടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഇപ്പോൾ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. 3 മരണം, നിരവധി പേർക്ക് പരിക്കുണ്ട്. അത് എത്ര പേർക്ക് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 8ഓളം പേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്.